പ്രണയിച്ച് വിവാഹം കഴിച്ചവളാണ്. 4 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയാണ്. പക്ഷേ സംശയരോഗം തലയ്ക്ക് പിടിച്ചപ്പോൾ മുഹമ്മദ് എന്ന 24-കാരൻ കൊടും ക്രൂരനായി മാറി. പൊന്നാനി ബീച്ചിൽ വെച്ച് ഭാര്യ ഫാത്തിമയെ ഷാൾ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം മണലിൽ കുഴിച്ചുമൂടിയ മുഹമ്മദ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്. ഫാത്തിമയ്ക്ക് 24 വയസ്സായിരുന്നു. പൊന്നാനി കോടതി റിമാൻഡ് ചെയ്ത മുഹമ്മദിനെ തെളിവെടുപ്പിനായി ബീച്ചിൽ എത്തിച്ചപ്പോൾ രോഷാകുലരായ നാട്ടുകാർക്ക് മുന്നിൽ പോലീസിന് പ്രതിയെ പെട്ടെന്ന് തന്നെ മാറ്റേണ്ടി വന്നു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാവുന്നത്. സംശയത്തിന്റെ പേരിൽ പിണങ്ങി താമസിച്ചിരുന്ന ഫാത്തിമയെ ചൊവ്വാഴ്ച രാത്രി മുഹമ്മദ് ബൈക്കിൽ കറങ്ങാനായി വിളിച്ചിറക്കുകയായിരുന്നു. കടൽ തീരത്ത് വെച്ച് ഫാത്തിമയുടെ ഫോൺ വിളിയെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. ഷാൾ ഉപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊന്ന ശേഷം 3/4 മണിക്കൂറോളം 4 മാസം പ്രായമായ കുഞ്ഞിനെയും കയ്യിലെടുത്ത് മുഹമ്മദ് മൃതദേഹത്തിനടുത്ത് ഇരുന്നു. കുഞ്ഞു കരയാൻ തുടങ്ങിയതോടെ അവിടെ നിന്ന് പോകാനൊരുങ്ങിയ മുഹമ്മദ് കണ്ടത് മൃതദേഹത്തിനടുത്തേക്ക് വരുന്ന കുറുക്കന്മാരെയാണ്. ഇതോടെ കുഞ്ഞിനെ മണലിൽ കിടത്തി കൈകൊണ്ട് മണൽ നീക്കി ചെറിയൊരു കുഴിയുണ്ടാക്കി ഫാത്തിമയെ അതിലിട്ട് മൂടുകയായിരുന്നു. ഇതിനുശേഷം വീട്ടിലെത്തിയ മുഹമ്മദ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോയി എന്ന് ഉമ്മയോട് കള്ളം പറഞ്ഞ് കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ചു. കുഞ്ഞിനെ വീട്ടിലാക്കിയ മുഹമ്മദ് നേരെ പോയത് പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിന് അടുത്തേക്കാണ്. മൊബൈൽ ലൊക്കേഷൻ പിന്തുടർന്ന പോലീസ് മുഹമ്മദിനെ വളഞ്ഞു. ഇതിനിടെ ഫോണിൽ സംസാരിച്ച ഡിവൈഎസ്പി സിദ്ദിഖിനോട് താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് മുഹമ്മദ് പറഞ്ഞു. എന്നാൽ കുഞ്ഞിന്റെ കാര്യം ഓർക്കണമെന്ന് പറഞ്ഞ് ഡിവൈഎസ്പി മുഹമ്മദിനെ ഫോണിൽ സംസാരിച്ച് അനുനയിപ്പിച്ച് നിർത്തുകയും ഈ സമയം പോലീസ് സംഘം ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. 2 ആഴ്ച മുൻപും ഫാത്തിമയെ മർദ്ദിച്ചതിന് മുഹമ്മദിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത ഫാത്തിമ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും വീണ്ടും മുഹമ്മദിന്റെ ചതിക്കുഴിയിൽ വീഴുകയായിരുന്നു. പ്രണയത്തിൽ തുടങ്ങിയ ദാമ്പത്യം സംശയരോഗത്താൽ ഒരു കൊലപാതകത്തിൽ അവസാനിക്കുമ്പോൾ പൊന്നാനി നടുക്കത്തിലാണ്. എന്തായാലും എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞാണ് ഇവരെയും കൂട്ടി മുഹമ്മദ് ബീച്ചിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഈ കൊടും ക്രൂരത കാണിച്ചത്. മണലിലിട്ട് മൂടുകയായിരുന്നു. ഒന്നും അറിയാത്ത പോലെയാണ് ഇയാൾ അമ്മയോട് പെരുമാറിയതും. അതിനുശേഷമാണ് കുഞ്ഞിനെയും കൊണ്ട് ജീവനൊടുക്കാൻ പോയത്. ഈ സമയത്താണ് പോലീസിന്റെ മുന്നിൽ അകപ്പെട്ടതും. എന്തായാലും ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. അതിനുശേഷം പരാതി നൽകുകയും ചെയ്തിരുന്നതാണ്. ഈ പരാതിയെല്ലാം പരിഹരിച്ച് വീണ്ടും ദാമ്പത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനെ ചൊല്ലിയാണ് ഇവർ വാക്കുതർക്കമുണ്ടായതും സംഭവ സ്ഥലത്ത് ഷാൾ മുറുക്കി ഫാത്തിമയെ കൊലപ്പെടുത്തിയതും.